ദേവസ്വം മന്ത്രി വാസവന്റെ എച്ചിൽ ആറന്മുള അപ്പൻ ഭക്ഷിച്ചോ? ഈ രീതിയിൽ ചില വിവാദം വരുന്നത് എന്താ? അത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കാരണം വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, അറിയാലോ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ്. ഗുരുവായൂരും അമ്പലപ്പുഴയൊക്കെ കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ആറന്മുള ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഭഗവാന് കൊടുത്തത് മന്ത്രി കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണമാണ് നിവേദ്യമായി കൊടുത്തത് എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ക്ഷേത്രം തന്ത്രിയായ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പ്രതിഷേധം ദേവസ്വം ബോർഡിനെ അറിയിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് അതിന് പരിഹാരക്രിയ ചെയ്യണം. എണ്ണപ്പണം എന്ന് പറയുന്നൊരു പ്രായശ്ചിത്തമുണ്ട്. ദേവസ്വം ഭരണസമിതി, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെയുള്ള ആളുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന്, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഇവരെല്ലാം വന്നിട്ട് ഭഗവാന്റെ മുന്നിൽ എണ്ണപ്പണം കിട്ടി പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് ഇപ്പോൾ തന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്ത്രി ഇത് കത്ത് കൊടുത്തു. സംഭവം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 14 അഷ്ടമി രോഹിണിയായിരുന്നു. ഭഗവാന്റെ ജന്മദിനം, ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണല്ലോ അഷ്ടമി രോഹിണി. അഷ്ടമി രോഹിണി എന്ന് പറയുമ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും വളരെ പ്രസിദ്ധമാണ്. പാർത്ഥസാരഥി എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ സാരഥിയായിട്ട് രഥം തെളിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തിലാണ് അവിടെ ഭഗവാൻ അരുളുന്നത്. അപ്പോൾ അവിടെ അഷ്ടമി രോഹിണി ദിവസം അവിടെ വള്ളസദ്യയുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ. പള്ളിയോട ക്ഷേമ സമിതിയോ മറ്റോ ആണ് നടത്തുന്നത്. പള്ളിയോട സമിതിയാണ് നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.